മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം തോമാശ്ലീഹായുടെ ശ്ലൈഹിക പാരമ്പര്യം സഭയുടെ വളർച്ചയ്ക്ക് എന്നും നിദാനമാണ്. ആ പൗരോഹിത്യ പാരമ്പര്യത്തിലാണ് നാം നിലനിൽക്കുന്നത്. മലങ്കര സഭയിലെ ക്രിസ്ത്യാനികൾ മുഴുവനും ആ പാരമ്പര്യം അനുസരിച്ച് വന്നവരാണ്. എന്നാൽ 16-ാം നൂറ്റാണ്ട് മുതൽ ഏതാനും വിദേശ സഭകളുടെ അധ്യക്ഷന്മാർ വന്ന് ക്രിസ്ത്യാനികളല്ലാത്തവരെ ക്രിസ്ത്യാനികളാക്കാനുള്ള ശ്രമത്തിന് പകരം ക്രിസ്ത്യാനികളായിരുന്നവരെ തങ്ങളുടെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവരുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് 15-ാം നൂറ്റാണ്ടിലും തുടർന്നുള്ള നൂറ്റാണ്ടുകളിലും മലങ്കര സഭയിലെ മാർത്തോമൻ ശ്ലൈഹിക പാരമ്പര്യത്തിലുള്ള ആളുകളെ വിവിധ സഭാവിഭാഗങ്ങളായി മാറുവാനിടയായി. മലങ്കര സഭയുടെ ഐക്യം പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പാരമ്പര്യത്തിൽ മലങ്കര നസ്രാണികൾ എല്ലാവരും ഒരുമിച്ച് ചേരുന്ന സന്ദർഭത്തിലാണ് അത് ഉണ്ടാവുന്നത്. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം തമ്പുരാൻ അതിന് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരു കാലത്ത് മാർത്തോമാ ശ്ലീഹായുടെ പൗരോഹിത്യത്തെയും പ്രേക്ഷിത ശുശ്രൂഷയും ഒക്കെ സംശയിച്ചിരുന്ന വ്യക്തികളുണ്ട് കേരളത്തിലെങ്കിലും. ഇന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികൾ മുഴുവനും മാർത്തോമാ ശ്ലീഹായുടെ പൗരോഹിത്യ പാരമ്പര്യത്തെ അംഗീകരിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെയധികം സന്തോഷവും അത് ആദ്യം മുതൽ ഇന്നുവരെ അഭംഗുരം കാത്തു സൂക്ഷിച്ച മലങ്കര സഭയ്ക്ക് അഭിമാനവുമാണെന്ന് പറയുന്നതിൽ സംശയമില്ല. തോമാ ശ്ലീഹായുടെ പാരമ്പര്യത്തിൽ ഒരുമിച്ച് ചേർന്ന് ഒരുമിച്ച് വളരുവാനുള്ളതായ ആഹ്വാനമാണ് നമുക്ക് നൽകുവാനുള്ളത്. അതിനെല്ലാ സഭകളും ഒരുമിക്കുകയാണെങ്കിൽ വിഭാഗതികൾ മാറി, വ്യത്യസ്ത ചിന്താഗതികൾ മാറി ഒരുമിച്ച ദൈവസന്നിധിയിൽ മാർത്തോമായുടെ മക്കൾ എന്നുള്ളതായ രീതിയിൽ നമുക്ക് തുടർന്നും ജീവിക്കുവാനുള്ളതായ എല്ലാ സാധ്യതയും ലോകത്തിലുണ്ട്. അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.